എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. ഇന്നലെ ഈ സമയത്ത് ഞാൻ തൃശ്ശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സ്കൂൾ കലോത്സവം ഇന്നാണ് സമാപിച്ചത്. മോഹൻലാലായിരുന്നു മുഖ്യ അതിഥി. മോഹൻലാൽ പറഞ്ഞത് ഈ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുക അല്ലെങ്കിൽ കലോത്സവം പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത കാര്യമാണ്. ഞാനതിനപ്പുറം കാണുന്ന മത്സരങ്ങൾ ഒരുപാട് കുട്ടികൾ വിജയിച്ചു, കുറച്ചധികം കുട്ടികൾ പരാജയപ്പെട്ടു. അതൊക്കെ എല്ലാ മത്സരത്തിൻ്റെയും ഭാഗമാണ്. എന്നാൽ ഈ കാസർഗോഡ് പടന്നയിലെ സ്കൂളിലെ കുട്ടിയെ ചേർത്ത് പിടിച്ചപോലെ, സിയ ഫാറ്റിമയെ ചേർത്ത് പിടിച്ചതുപോലെ ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ഈ മത്സരത്തിനാകുന്നു. എല്ലാ രാഷ്ട്രീയ മത സാമുദായിക ചേരിതിരിവുകൾക്കപ്പുറം കുട്ടികളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ആശയം പ്രചരിപ്പിക്കാനും തൃശ്ശൂരിലെ ജനങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ട് അത് വലിയൊരു വിജയമാക്കാനും കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന് തീർച്ചയായിട്ടും ഒരു നന്ദിയും അതുപോലെ സ്നേഹവും അറിയിക്കുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈം തുടരുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഞാൻ ആദ്യം കടന്നു ചെല്ലുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നാളെ നിർണായകമായ ഒരു ദിവസമാണ്. പ്രത്യേക അന്വേഷണ സംഘം നാളെയാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. PSSCയുടെ അഥവാ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് നാളെ സമർപ്പിക്കുക. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പപാളിയിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായെന്നാണ് പരിശോധനയിൽ കണ്ടെത്തൽ. കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച റിപ്പോർട്ടും നാളെ കോടതിയിലെത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഷവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷവീദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാളെ ഹൈക്കോടതിന് മുൻപിലേക്ക് എത്തുന്ന റിപ്പോർട്ടിന് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, VSSCയിലെ പരിശോധനാ ഫലം വന്നിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന പരിശോധനാ ഫലം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പഴയ പാളിയിൽ നിന്നും പുതിയ പാളിയിൽ നിന്നും നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത ശേഷം അതിലെ സ്വർണ്ണത്തിന്റെ അളവ് താരതമ്യം ചെയ്യുകയായിരുന്നു. പുതിയ പാളികളിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണത്തിന്റെ അളവ് കുറവാണെന്ന് VSSCയിലെ പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ശേഷം തിരികെ കൊണ്ടുവന്ന ആ സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണ്ണം മോഷണം നടന്നായി സ്ഥിരീകരിച്ചത്. പാളികളുടെ മൊത്തം വലുപ്പവുമായി താരതമ്യം ചെയ്ത ശേഷം എത്ര അളവിൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടോടെ കണ്ടെത്താൻ SIT നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നതെന്ന് കണ്ടെത്താനുള്ള അതിന്റെ പുരാവസ്തു മൂല്യടക്കമുള്ള കാര്യങ്ങളും ഈ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അറിയാവുന്നത് SITയുടെ അന്വേഷണ സംഘ തലവനായിട്ടുള്ള S ശശിധരന് മാത്രമാണ്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ഹൈക്കോടതിയിൽ എത്താൻ പോകുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ പാളികൾ പുരാവസ്തു മൂല്യം അതിന്റെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ശബരിമലയിൽ തിരികെ വന്നത് എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കും. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ടോ ഇല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത ശേഷമായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാളെ നിർണായകമാണ് എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തേത്, ഈ 2017 നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് തന്നെയാണ് SITയുടെ വിലയിരുത്തൽ. വാജിവാഹന കൈമാറ്റത്തിലടക്കം അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു എന്നൊക്കെയുള്ള അഭിഭാഷക കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നൊക്കെ വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും 2017 കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പിരിവ് നടത്തിയതിലടക്കം ചട്ടം ലംഘിച്ചു എന്നുള്ള കണ്ടെത്തൽ SITക്കുണ്ട്. അതിന്റെ റിപ്പോർട്ടും നാളെ ഹൈക്കോടതിയിൽ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നാളെ ഹൈക്കോടതി പറയുന്ന നിരീക്ഷണങ്ങൾക്ക് വലിയ വലിയ പ്രസക്തിയുണ്ട്. സ്കൈൻ ഷവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ശബരിമലയിലെ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത് കോടതിയുടെ അറിവോടെ എന്ന് വ്യക്തമായതോടെ SITക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ. അന്വേഷണ സംഘത്തിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് K മുരളീധരൻ പ്രതികരിച്ചത്. SIT അന്വേഷണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നുവെന്ന പ്രതിപക്ഷാരോപണത്തിന് ബലം പകരുന്നതാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധിപ്രകാരമെന്നായിരുന്നു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ വ്യക്തത വന്നതോടെയാണ് SITക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. വാജി വാഹനം കൊടുത്തുവിട്ടത് ആചാരപ്രകാരമാണെന്നും കോൺഗ്രസുകാരെ കൂടി പ്രതിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അജയ് തറയിൽ പറഞ്ഞു. ആചാര ക്രമപ്രകാരം ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയെ അത് വളച്ച് കൊണ്ടുവന്ന് വലിയൊരു കളവാക്കി മാറ്റി വായുവാഹനത്തെ
ഒരു തൊണ്ടി മുതലാക്കി പോയും SIT രൂപീകരിക്കില്ല. വാജിവാഹനം തന്ത്രവിധി പ്രകാരം ആചാര്യന് യജമാനൻ കൊടുക്കണമെന്നാണ്. ആചാര്യനായ തന്ത്രിക്ക് യജമാനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുത്തു. അതിലൊരു തെറ്റുമില്ല. SIT അന്വേഷണത്തിൽ സംശയമുണ്ടെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. എല്ലാം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് കേസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ. ഇപ്പോഴത്തെ പോക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്. എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കെട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും. മാനദണ്ഡങ്ങൾ പാലിച്ച് തന്ത്രിക്ക് ബോർഡ് കൈമാറിയ വാജിവാഹനം ഇനി എങ്ങനെ തൊണ്ടി മുതലായി നിലനിൽക്കുമെന്നുള്ളതാണ് SIT നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ന്യൂസ് ഡെസ്ക് 24. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിണറായി വിജയൻ നയിക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആരൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിക്കുമെന്നതും ടൈം വ്യവസ്ഥ പാലിക്കുന്നതും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് MB ബേബി ഇന്ന് പ്രതികരിച്ചത്. മുന്നണിക്ക് കൂട്ടായ നേതൃത്വമുണ്ടെങ്കിലും തലമുതിർന്ന നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും LDF-നെ നയിക്കുകയെന്ന് MA ബേബി വ്യക്തമാക്കി. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തുന്ന നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ ഉള്ളപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പോരാട്ടത്തെ നയിക്കുക പിണറായി വിജയനായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയല്ല, ഇതൊരു മുന്നണിയാണ്. ആ മുന്നണിയിലെ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയനാണ്. പ്രചരണം മാത്രമാണോ പിണറായി നയിക്കുക? ഫലം വന്ന ശേഷം മറ്റു തീരുമാനങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇതായിരുന്നു ബേബിയുടെ മറുപടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകണം എനിക്ക് തീരുമാനിക്കാൻ പറ്റും ഒറ്റയ്ക്ക്. ഞങ്ങൾ യോഗം കൂടേണ്ടി വരും. യോഗം കൂടി തീരുമാനമെടുക്കും. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിക്കുന്ന മറ്റു നേതാക്കളുടെ കാര്യവും ടൈം വ്യവസ്ഥ തുടരുന്നതും ചർച്ച ചെയ്തിട്ടില്ലെന്ന് ബേബി പ്രതികരിച്ചു. അത് PB ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കും അറിയാൻ അവസരമുണ്ടാവും. ടൈമിൽ ഇളവിൻ്റെ കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാവണം എന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അത് സത്യമാണ്. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലക്ഷ്യമിട്ട് SNDP യോഗവും NSSും VD സതീശനെതിരെ ഗുരുതര വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും ഇന്ന് നടത്തിയത്. വർഗീയതയുമായി ഏറ്റുമുട്ടി മരിച്ചാൽ വീരാളിപ്പെട്ട് പുതച്ച് കിടക്കുമെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അതേസമയം സതീശനെതിരായ സമുദായ നേതാക്കളുടെ വിമർശനം ആയുധമാക്കുകയാണ് ഇപ്പോൾ ഭരണപക്ഷം. SNDP NSS ഐക്യം ആദ്യം പ്രകടമായത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയായിരുന്നു. VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും ഇന്ന് നടത്തിയത്. ഇന്നലെ മുളച്ച തകരയായ VD സതീശൻ തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ വിചാരിച്ചാൽ SNDPയെ പിളർത്താനാവില്ലെന്നും വെള്ളാപ്പള്ളിയുടെ വിമർശനം. SNDP പ്രസ്ഥാനത്തെ തകർക്കുക, ഈഴവനെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല. പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്നു പോയതല്ലാതെ ഇത് പിളർത്താൻ സാധിച്ചിട്ടില്ല. വർഗീയതയുമായി ഏറ്റുമുട്ടി മരിച്ചാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്നായിരുന്നു VD സതീശന്റെ മറുപടി. വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ച് കിടക്കും. പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല. സതീശനെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമെന്ന് G സുകുമാരൻ നായർ. ഒരു സംശയമില്ല, ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും. താഴ്മയാണ് എന്നുള്ളത് നല്ലതെന്ന് വിചാരിച്ചോ. താൻ വിമർശനങ്ങൾക്ക് അതീതനല്ലെന്നും വ്യക്തിപരമായ വിയോജിപ്പ് ആർക്കും പറയാമെന്നുമായിരുന്നു VD സതീശന്റെ പ്രതികരണം. പിന്നെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, എൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ വിമർശനത്തിൽ കഴമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. അതേസമയം VD സതീശനെതിരായ SNDP NSS നേതൃത്വങ്ങളുടെ വിമർശനം ഭരണപക്ഷവും ആയുധമാക്കുകയാണ്. ഈ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ജാതീയമായ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാൻ കഴിയുമോ എന്ന ഒരു അടവാണ് ആ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഗണ്യമായ ജനവിഭാഗം പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് ചേരിതിരിവുണ്ടാക്കാൻ അപകടകരമായ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഏത് നേതാവാണിത്? അങ്ങനെ വരുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ സംഘടിക്കും. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ NSS SNDP യോഗ വിമർശനങ്ങളെ കോൺഗ്രസ് ഇന്ന് പ്രതിരോധിച്ചില്ല. എല്ലാവരുമായും സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. കോൺഗ്രസ് എല്ലാ സംഘടനകളുമായി നല്ല സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുമായി നല്ല യോജിപ്പാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ ബന്ധം നിലനിർത്തി തന്നെ ഞങ്ങൾ പോകും. ഞങ്ങൾ വളരെ സൗഹൃദം ആഗ്രഹിക്കുന്നു, ആലോചിക്കുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതേസമയം പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ഇന്ന് ചില നാടകീയ രംഗങ്ങളും അരങ്ങേറി. പെരുന്നയിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MP മാധ്യമപ്രവർത്തകരെ കണ്ടതോടെ G. സുകുമാരൻ നായരെ കാണാതെ ആദ്യം മടങ്ങി. മാധ്യമങ്ങളെ കണ്ടതും പുറത്തിറങ്ങാതെ കാർ റിവേഴ്സ് എടുത്ത് അദ്ദേഹം മടങ്ങിപ്പോയി. എന്റെ സന്ദർശനം സൗഹൃദ സന്ദർശനമാണ്. ഞാൻ എല്ലാ സമയത്തും ചങ്ങനാശ്ശേരി വരുമ്പോൾ ആസ്ഥാന ഹെഡ് ഓഫീസ് വരാറുണ്ട്. മണിച്ചേട്ടുമായി സൗഹൃദ സംഭാഷണം നടത്താറുണ്ട്. അദ്ദേഹം പല കാര്യങ്ങൾ ചോദിക്കും, പല കാര്യങ്ങൾ പറയും, ഞാൻ അങ്ങോട്ട് പറയും. മണ്ഡലത്തിലെ കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പ്രതികരിക്കാനില്ല. ഇപ്പം ഞാൻ സൗഹൃദ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സാധാരണഗതി അത് ജനറൽ സെക്രട്ടറി കാണാൻ അതിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. ഇത് എൻ്റെ ഒരു റൊട്ടീൻ സന്ദർശനമാണ്. എന്നാൽ അത് വണ്ടി റിവേഴ്സ് പോകുന്നത് ഇന്ന് ചർച്ചയായിട്ടുണ്ട്. എന്നാൽ രാത്രി 7:30 മണിയായപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP വീണ്ടും NS ആസ്ഥാനത്തെത്തി. അദ്ദേഹം NS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കാണുകയും ചെയ്തു. സൗഹൃദ സന്ദർശനം എന്ന് മാത്രം പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് MP രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നും പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, എന്തായിരുന്നു ഈ പെരുന്നയിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളുടെ കാരണം? കാര്യം ഇദ്ദേഹം മടങ്ങിപ്പോയത് ഈ മാധ്യമക്കാരെ ഭയന്നിട്ടാണോ അതോ മറ്റെന്തെങ്കിലും അത്യാവശ്യമുള്ളതുകൊണ്ട് പോയതാണോ? ഗുഡ് ഈവനിങ്. SKN പറഞ്ഞതുപോലെ തന്നെയാണ്, അങ്ങേയറ്റം നാടകീയമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് നടന്നത്. വൈകിട്ട് ഒരു 6:15 കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ വേണ്ടിയിട്ട് NSSന്റെ ആസ്ഥാനത്തേക്ക് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി വരുന്നത്. ഉടൻ തന്നെ ഒരു MPയുടെ വാഹനം വരുന്നത് കണ്ട് തന്നെ നമ്മൾ ആ NSS കവാടത്തിന്റെ പെരുന്നയിലെ NSS ആസ്ഥാനത്തിന് അകത്തുള്ള ആ കവാടം കഴിഞ്ഞുള്ള സ്ഥലത്ത്, ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് മാധ്യമപ്രവർത്തകരെല്ലാം നിൽക്കുന്നു. MPയുടെ വാഹനം വരുന്നത് കണ്ട് നമ്മളെല്ലാം ക്യാമറ ഓണാക്കി MP വരുന്നത് ചിത്രീകരിക്കുന്നുണ്ട്. നമ്മളെ കണ്ട ഉടൻ തന്നെ MPയുടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് കയറി വരുന്നതെന്നാണ് നമുക്ക് ആ വേഗത കാണുമ്പോൾ മനസ്സിലാകുന്നത്. ചെറിയ വേഗത്തിലാണ് കയറി വരുന്നത്. നമ്മളെ കണ്ട ഉടൻ തന്നെ MPയുടെ വാഹനം റിവേഴ്സ് ഗിയറിട്ട് പിറകോട്ട് ഇറങ്ങിപ്പോകുന്നു. ഉടൻ തന്നെ നമ്മളത് വാർത്തയാക്കുന്നു. അതിനുശേഷം കൃത്യം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം 7:30 കൊടിക്കുന്നിൽ സുരേഷ് MP വീണ്ടും പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായരുമായിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. ചായയൊക്കെ കുടിച്ചാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത് ഇതൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ്, സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ്. താൻ എന്നൊക്കെ പെരുന്നയിൽ വരുന്നുണ്ടോ, ചങ്ങനാശ്ശേരിയിൽ വരുന്നുണ്ടോ അന്നൊക്കെ പെരുന്നയിലെത്തി G. സുകുമാരൻ നായരെ കാണും. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് രാഷ്ട്രീയം പറയാനില്ല എന്നുള്ളൊരു പ്രതികരണമാണ് കൊടിക്കുന്നിൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായ സംഘടനകളിലെ തിണ്ണനിറങ്ങാൻ പോകരുത് എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പഴയ നിലപാട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. അതിനകത്ത് UDF-നുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുമില്ല. പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു തരത്തിലും അതിന് ഇവിടെ വെച്ച് തന്നെ, അതായത് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വെച്ച് മറുപടി പറയുന്നില്ല. അതൊക്കെ പിന്നീട് പറയാം. ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ്. തനിക്ക് NSS ആസ്ഥാനം ഒരു കുടുംബ വീട് പോലെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി പോവുകയാണ്. നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആദ്യം വന്നപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ഗിയറിൽ തിരിച്ചു പോയതെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ടുള്ള മറുപടിയിൽ കൊടിക്കുന്നിൽ പറയുന്നത് അത് ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഭയന്നു. ഇവിടെ വന്ന് ഇപ്പോൾ നിങ്ങളെ ആ സമയത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മറ്റു തരത്തിൽ ഈ കൂടിക്കാഴ്ചയെ വ്യാഖ്യാനിക്കും, അതുകൊണ്ട് മടങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കൊടിക്കുന്നിൽ ചെയ്തത്. എന്തായാലും ഈ ഒരു സന്ദർശനം അത്ര നിഷ്കളങ്കമായി കാണുന്നതല്ല. ഇപ്പോൾ സമുദായ സംഘടനകൾ കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ചില അനുനയ നീക്കങ്ങൾ, അതിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ ആയിരിക്കാം. നമുക്കൊപ്പം ഷിജോ കുര്യനാണ് പെരുന്നയിൽ നിന്ന്. ഒരു ഇടവേളയ്ക്ക് ശേഷം SNDP NSS സഹകരണത്തിന് കളമൊരുങ്ങി.
ഇരു സംഘടനകളുടെയും ഐക്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും ഇന്ന് വ്യക്തമാക്കിയത്. ഐക്യത്തിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും ഇരു നേതാക്കളും പറയുന്നു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെയും G സുകുമാരൻ നായരുടെയും പത്രസമ്മേളനങ്ങൾ. ഇരു സംഘടനകളുടെയും സഹകരണത്തിന് SNDP മുൻകൈയെടുക്കുമെന്ന് കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി പറഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ ഐക്യത്തെ സ്വാഗതം ചെയ്ത് സുകുമാരൻ നായർ പെരുന്നയിൽ മാധ്യമങ്ങളെ കണ്ടു. SNDPയും NSSും ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല. ഐക്യം ചർച്ച ചെയ്യാൻ ശാഖാ സെക്രട്ടറിമാരെയും ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് ഈ മാസം 21-ന് ആലപ്പുഴയിൽ യോഗം ചേരുമെന്നും വെള്ളാപ്പള്ളി. 21-ാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എങ്ങനെ കൂടിക്കാഴ്ച നടത്തണം. ഇപ്പോൾ ഏതായാലും സുകുമാരൻ അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു. ഐക്യത്തിന് തയ്യാറാണെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ ശരിവയ്ക്കുന്നുവെന്നും അടിസ്ഥാന മൂല്യം നിലനിർത്തി എല്ലാവരുമായും യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും G സുകുമാരൻ നായർ. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ഐക്യം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം. അതേസമയം NSS SNDP ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സുകുമാരൻ നായർ തള്ളി. മുൻപ് അകന്നു നിന്നത് സംവരണം പ്രശ്നമുള്ളതിനാലെന്നും സുകുമാരൻ നായർ. ലീഗ് നേതൃത്വം ആണ് NSSനെ SNDPയെ തമ്മിൽ തെറ്റിക്കുന്നത്, യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. മുസ്ലിം ലീഗാണ് ഈ NSS SNDP ഐക്യത്തിന് അന്ന് തടസ്സം നിന്നതാണ്. അല്ലല്ല, അത് ഒന്നുമല്ല, അവരൊന്നുമല്ല. അത് കാരണം എന്താ വെച്ചാൽ ഈ സംഭരണത്തിന് വേണ്ടി വാദിക്കുന്ന കൂട്ടർ അവരാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് പറയുന്നതാണ്. ന്യൂസ് ഡെസ്ക് 24. കേരളത്തിലെ പ്രബലരായ രണ്ട് സാമുദായിക സംഘടനകളായ NSSും SNDPയും തമ്മിലുള്ള ബന്ധത്തിന് സഹകരണത്തിൻ്റെയും തർക്കങ്ങളുടെയും നീണ്ട ഒരു ചരിത്രം ഉണ്ട്. സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ സംഘടനകൾ പലപ്പോഴും രാഷ്ട്രീയമായ വിയോജിപ്പുകളുണ്ട് അകന്നു നിന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യം എന്ന ആശയത്തിനായി കൈകോർത്ത സന്ദർഭങ്ങളും ഉണ്ട്. 1903 ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ SNDP രൂപീകൃതമാകുന്നത്. കേരളത്തിലെ പിന്നാക്ക വിഭാഗത്തിന്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യം. 1914 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യ ജനസംഘം രൂപീകരിച്ചത്. സമുദായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അനാചാരങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി രണ്ട് സംഘടനകളും ഒരേ ദിശയിൽ പ്രവർത്തിച്ചു. 1924 വൈക്കം സത്യഗ്രഹത്തിൽ NSSും SNDPയും ഒരുമിച്ച് പോരാടി. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകി മന്നത്ത് പത്മനാഭൻ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിനായി വാദിച്ചത് ഇരു സമുദായങ്ങളും തമ്മിലുള്ള ഐക്യത്തിന് വഴിതെളിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലും ഇരുവിഭാഗങ്ങളും സഹകരിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ വിമോചന സമരത്തിൽ NSSും ക്രൈസ്തവ സഭകളും മുന്നിൽ നിന്നു. SNDPയിലെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായിരുന്നുവെങ്കിലും സമുദായ നേതൃത്വം പലപ്പോഴും മാറി നിന്നു. R ശങ്കറും മന്നത്ത് പത്മനാഭനും തമ്മിലുള്ള കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. 1962 R ശങ്കർ മുഖ്യമന്ത്രിയായത് ഈ ഐക്യത്തിന്റെ കൂടി ഫലമായിട്ടായിരുന്നു. എന്നാൽ സംവരണം, ഭൂപരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ മുന്നാക്ക പിന്നാക്ക താത്പര്യങ്ങൾ വ്യത്യസ്തമായതോടെ ഇരു സംഘടനകളും രാഷ്ട്രീയമായി അകന്നു. സാമ്പത്തിക സംവരണം എന്ന ആവശ്യവുമായി NSS മുന്നോട്ട് വന്നപ്പോൾ ജാതി സംവരണം സംരക്ഷിക്കാനായി SNDP നിലകൊണ്ടു. ഇത് വലിയ തർക്കങ്ങൾക്ക് കാരണമായി. 2000-ന് ശേഷം സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നു. G സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പലപ്പോഴും പ്രസ്താവനകളിലൂടെ പരസ്പരം ഏറ്റുമുട്ടുകയും എന്നാൽ ചിലപ്പോൾ ഐക്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇണങ്ങിയും പിണങ്ങിയും നീളുന്ന NSS SNDP സൗഹൃദം എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ഓരോ കാലഘട്ടം ഓരോന്ന് ആവശ്യപ്പെടുന്നു, അതനുസരിച്ച് SNDPയും അതുപോലെ NSSും നീങ്ങുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനൊക്കെ തന്നെ ഒരു കാരണമാകുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇന്ന് ഏറ്റവും സങ്കടകരമായ ഒരു ആത്മഹത്യ ഉണ്ടായി. അടിസ്ഥാനരഹിതമായ ആരോപണം ഉണ്ടായതിൻ്റെ പിന്നാലെ ഒരു യുവാവ് ജീവനൊടുക്കി എന്നതായിരുന്നു ഇന്ന് വന്ന വാർത്ത. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന സംഭവം പ്രധാനമാണെങ്കിൽ
ഒരാളെ നമ്മൾ ലൈംഗിക അതിക്രമം ആരോപിച്ച് കുറ്റാരോപിതനാക്കുന്നത് എത്ര സൂക്ഷിച്ചു വേണം എന്നാണ് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം നമ്മെ ബോധ്യപ്പെടുന്നത്. ആ വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ഇന്ന് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിനെയാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് ദീപക് തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആരോപണമാണ് അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ടാക്കി, അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന രീതിയിലുള്ള ആരോപണം ഉയരുന്നു. എത്രമാത്രം ഇത് യാഥാർത്ഥ്യമാണെന്ന് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ എന്ന DGPക്ക് പരാതിയും കൊടുത്തു. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളത് നമ്മളെ വലിയ സങ്കടപ്പെടുന്ന കാര്യമായി ഒരു ആരോപണം. അത് മാത്രമല്ല, ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി ആ താല്പര്യത്തോടെ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നൊരു ആരോപണത്തിൻ്റെ മുനയിലാണ് ഒരാളിൻ്റെ ജീവൻ നഷ്ടമായത്. ബസ്സിൽ വെച്ച് അതിക്രമം നേരിട്ടെന്ന് കാണിക്കുന്ന വീഡിയോ ആദ്യം പങ്കുവയ്ക്കുകയും പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്ത് മറ്റൊരു വിശദീകരണ വീഡിയോ കൂടി യുവതി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോ കൂടി കണ്ടതോടെയാണ് യുവാവ് വലിയ മനോവിഷമത്തിലായത്. ഇതിനു പിന്നാലെ ഇന്ന് പുലർച്ചെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദീപക് വിഷമം ഷെയർ ചെയ്തിരിക്കണം. പക്ഷെ അവൻ ഇങ്ങനത്തെ ഒരു അത്ര അവൻ്റെ ടോണ് മാറിയിട്ടൊന്നുമില്ല. അവൻ നല്ല രീതിയിലാണ് സംസാരിച്ചു. അവന് വിഷമമുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പം ഇന്നെ പറ്റിയിട്ട് ഒരു അപവാദ ന്യൂസോ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് വിഷമിക്കൂ. പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചത്. സംഭവത്തിനു പിന്നാലെ യുവതി വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും മറ്റൊരു വിശദീകരണ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരാള് മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ, അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം മാങ്കാവ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 കോഴിക്കോട്. 5 ദിവസങ്ങൾ നീണ്ടുപോയ കലാമാമാങ്കത്തിൽ ഇന്ന് വൈകുന്നേരം പരിസമാപ്തിയായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കലാകിരീടം കണ്ണൂരിന് സ്വന്തമായി. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ ആതിഥേയ ജില്ലയായ തൃശ്ശൂരിന് 2ാം സ്ഥാനം കിട്ടി. അതുപോലെ കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്ത സമാപന സമ്മേളനത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ മുഖ്യ അതിഥിയായിരുന്നു. കലാമാമാങ്കത്തിന്റെ ഉദ്വേഗഭരിതമായ മണിക്കൂറുകൾക്ക് അവസാനം കുറിച്ച് 1028 പോയിന്റുകൾ നേടി കണ്ണൂർ ജില്ല സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കി. തൊട്ടുപിന്നിൽ 1023 പോയിന്റുകളുമായി തൃശൂർ 2ാം സ്ഥാനത്തും 1017 പോയിന്റുകളുമായി കോഴിക്കോട് 3ാം സ്ഥാനത്തുമെത്തി. അറബിക് സംസ്കൃതം കലോത്സവങ്ങളിൽ 95 പോയിന്റുകളുമായി 1ാം സ്ഥാനം കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, എറണാകുളം എന്നീ ജില്ലകൾ പങ്കിട്ടു. അഞ്ച് ദിവസങ്ങളിൽ 25 വേദികളിലായി 250ഓളം ഇനങ്ങളിൽ 15,000-ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കാളികളായത്. 168 കുട്ടികളെ മത്സരത്തിനെത്തിച്ച പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം 238 പോയിന്റുകളുമായി തുടർച്ചയായി 13ാം തവണ വ്യക്തിഗത ചാമ്പ്യന്മാരായ സ്കൂളായി. 157 പോയിന്റുകളുമായി പത്തനംതിട്ട കിടങ്ങാനൂർ SVG VHSS 2ാം സ്ഥാനത്തും 129 പോയിന്റുകളുമായി MGM-HSS മാനന്തവാടി 3ാം സ്ഥാനത്തുമാണ്. ഞങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ കപ്പും തൂക്കിയിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇളക്കി മറിച്ചു. മത്സരത്തിന്റെ ആവേശം മനസ്സിൽ സൂക്ഷിച്ച് അടുത്ത തവണ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് കലാകേരളം തൃശൂരിനോട് യാത്ര പറയുകയാണ്. 24 തൃശൂർ. സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. വിശിഷ്ടാതിഥിയായി മോഹൻലാൽ കൂടി എത്തിയതോടെ ആവേശം അണപൊട്ടി. കലയുടെ മഹാസംഗമം കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് തേക്കിൻകാട് മൈതാനം നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണോ ആ കാഴ്ച കലോത്സവത്തിന്റെ സമാപനത്തിൻ്റെതു കൂടിയായി. ഉച്ചയോടെ അണമുറിയാത്ത ആളുകൾ സൂര്യകാന്തിയിലേക്ക്. 2 മണിയോടെ തന്നെ മുഴുവൻ സീറ്റുകളും നിറഞ്ഞു. മോഹൻലാൽ ഏത് ഡ്രസ്സായിരിക്കും? അതറിയില്ല. തൃശ്ശൂർക്കാരിയാണ്, പക്ഷേ ഞാൻ US-ലാണ്. പക്ഷേ കലയോടുള്ള പ്രേമം കൊണ്ട് വന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ കലോത്സവം നടക്കുമ്പോൾ തൃശ്ശൂരിന് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല, കണ്ണൂർ നേടും എന്ന വാശി തന്നെയാണ്. കനത്ത വെയിലിനെ അവഗണിച്ച് മലയാളത്തിന്റെ ലാലേട്ടനെ കാണാൻ കാത്തുനിന്നു. പൂഴിയിട്ടാൽ നിലത്തെത്താത്ത ജനം. മോഹൻലാൽ വന്നിറങ്ങിയതോടെ ആവേശം പാരമ്യത്തിൽ.
കലോത്സവം പങ്കുവെക്കലിന്റെ പാഠം പഠിപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. ലാലേട്ടന് മുത്തുക്കുടയും നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ ശില്പവും ഉപഹാരമായി മന്ത്രി വി ശിവൻകുട്ടി കൈമാറി. പ്രൗഢി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി കലാപ്രതിഭകൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. കലയുടെ കാമ്പും കരുത്തും നിറഞ്ഞു നിന്ന സന്ധ്യ സാക്ഷി. ഇനി അടുത്ത വർഷത്തിലേക്കുള്ള കാത്തിരിപ്പ്. കലോത്സവ നഗരിയിൽ നിന്ന് ടീം 24. സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. എന്തായാലും മോഹൻലാൽ എത്തിയത് വലിയ ആവേശത്തിന് കാരണമായി. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച റിപ്പോർട്ടിംഗുള്ള പുരസ്കാരം 24 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം 24ന്റെ ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിയും ഏറ്റുവാങ്ങി. തൃശ്ശൂരിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ എന്നിവർ ചേർന്നാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. മികച്ച റിപ്പോർട്ടർ ഉള്ള പ്രത്യേക ജൂറി പരാമർശം ഉമേഷ് ബാലകൃഷ്ണൻ, 24 ന്യൂസ്. മികച്ച ക്യാമറാമാനുള്ള പ്രത്യേക ജൂറി പരാമർശം ഷൈജു ചാവശ്ശേരി, 24 ന്യൂസ്. ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ നടന്നുകൂടാ എന്ന് താല്പര്യപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ്. ഇടുക്കി പള്ളിവാസലിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. വിനോദസഞ്ചാരികളായ 8 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നൽകുന്ന വിവരം. 3 പേരെ വെള്ളത്തൂവൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാര്യം വിനോദസഞ്ചാരികളെയൊക്കെ നമ്മൾ ആതിഥ്യ മര്യാദയോടെ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടായത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, നമ്മുടെ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ തന്നെ ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ടെമ്പറമെൻ്റ് ഉള്ള ആൾക്കാരാണ് കേരളീയർ. അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടായത്, എന്തായിരുന്നു കാരണം? പള്ളിവാസലിൽ വെച്ചായിരുന്നു ഈ സംഭവത്തിൻ്റെ തുടക്കം. ആദ്യമേ തന്നെ പറയട്ടെ, ഇരു കൂട്ടരുടെയും ഭാഗത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് 26 പേരടങ്ങുന്ന സംഘമാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് എത്തിയത്. അതിൽ അവർ പള്ളിവാസലിന് പോയിരുന്നു. പള്ളിവാസലിൽ എത്തിയതിനു ശേഷം ഈ വിനോദസഞ്ചാര സംഘത്തിൽ നിന്ന് കുറച്ചുപേർ ഇറങ്ങുകയും അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്കിംഗ് ജീപ്പിന് മുകളിൽ കയറുകയും അതിന് മുകളിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ഇതാണ് അവിടെ കൂടി നിന്നിരുന്ന ആളുകളെ, ആ ജീപ്പ് ഡ്രൈവർമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ പ്രകോപിതരാക്കിയത് ഇതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജീപ്പിന് മുകളിൽ കയറി നിന്ന ആളുകളെ ഈ ജീപ്പ് ഡ്രൈവർമാർ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിന് പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് മൂന്നാർ പോലീസ് എത്തി സംഘർഷം അവസാനിപ്പിക്കുകയും ജീപ്പ് ഡ്രൈവർമാരായ 3 പേരെ, നാട്ടുകാരായിട്ടുള്ള 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പിന്നീട് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ പരിധി ആയതുകൊണ്ട് തന്നെ അവരെ വെള്ളത്തൂവൽ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത്. 26 പേരിൽ 8 പേർക്കാണ് ഈ വിനോദസഞ്ചാരികളിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവർ മൂന്നാർ അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ജീപ്പ് ഡ്രൈവർമാർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് 26 പേരടങ്ങുന്ന സംഘവും മദ്യപിച്ചാണ് എത്തിയത്. അവർ അനാവശ്യമായി പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു. ജീപ്പിന് മുകളിൽ ഉൾപ്പെടെ കയറി നിന്നതാണ് സംഘർഷം ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് പോലീസിന് ഈ കസ്റ്റഡിയിലുള്ള 3 പേർ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വെള്ളത്തൂവൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും എഫ്ഐആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക. എന്തായാലും സങ്കടകരമായ കാര്യമാണ്, നിർഭാഗ്യകരമാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാനേ പാടില്ല. മലപ്പുറത്ത് അമ്മയും 2 മക്കളും കുളത്തിൽ മുങ്ങി മരിച്ചു. പറപ്പൂർ താഴേക്കാട്ടുപടി
കുളത്തിലാണ് ഈ അപകടം ഉണ്ടായത്. സൈനബ, മകൾ ഫാത്തിമ, മകൻ ആഷിഖ് എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 3 മണിയോടെയാണ് സൈനബയും മകൾ ഫാസിമയും ആഷിഖും കുളത്തിലേക്ക് പോയത്. 4:30 കുളത്തിന് സമീപത്തുകൂടി പോയ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഒരു ശരീരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത്. നാട്ടുകാരെ വിവരമറിയിച്ച് പരിശോധന നടത്തിയപ്പോൾ കുളത്തിന് സമീപത്ത് 3 ജോഡി ചെരുപ്പുകൾ കണ്ടെത്തി. തുടർന്ന് വെള്ളത്തിനടിയിലും പരിശോധിച്ചപ്പോഴാണ് 3 പേർ മരിച്ചതായി മനസ്സിലായത്. പറപ്പൂർ പഞ്ചായത്തിലെ താഴേക്കാട്ടുപടി കുളത്തിലെ പള്ളിക്കുളത്തിലാണ് അപകടം. അലക്കാനാണ് കുളത്തിലേക്ക് പോയതെന്നാണ് പ്രാഥമിക നിഗമനം. കുളക്കരയിൽ ബക്കറ്റും അലക്കിയ തുണികളും ഉണ്ടായിരുന്നു. മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കും. പറപ്പൂർ IUHSSലെ വിദ്യാർത്ഥിയാണ് ഫാസിമ. പൊതുദർശനത്തിനു ശേഷം വീണാലുക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നാളെ ഖബറടക്കം നടക്കും. 24 മലപ്പുറം. മറ്റൊരു നിർഭാഗ്യകരമായ വാർത്തയിലേക്ക്. പാലക്കാട് വാണിയംകുളത്ത് റിസോർട്ടിലെ കുളത്തിൽ വീണ് ഒരു യുവാവ് മുങ്ങി മരിച്ചു. കോട്ടയം സ്വദേശി അജിത്താണ് മരിച്ചത്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ഷംന. ഇന്ന് വൈകിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. പാലക്കാട് വാണിയംകുളത്തിനടുത്ത് വെള്ളിയാടുള്ള സ്വകാര്യ റിസോർട്ടിനോട് ചേർന്നുള്ള കുളത്തിലാണ് ഈ യുവാവ് മുങ്ങി മരിച്ചത്. ഇയാൾ കോട്ടയം സ്വദേശിയാണ്. 29 വയസ്സാണ്. അജിത് സോമൻ എന്നാണ് യുവാവിന്റെ പേര്. ഇവർ ബാഴ്സലോണ ഗ്രൂപ്പിൽ അംഗമാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ അംഗമായ മറ്റൊരു യുവാവിന്റെ വിവാഹത്തിന് വേണ്ടി എത്തിയതായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 15ഓളം പേര് ചേർന്നാണ് മുറി എടുത്തിരുന്നത്. ഈ അപകട സമയത്ത് ഈ കൂടെ വന്നവരെല്ലാം മുറിയിലായിരുന്നു. ഈ സമയം അജിത്ത് മാത്രമാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ അജിത്തിനെ ഏറെ നേരമായി കാണാത്തതിനെ തുടർന്ന് ഈ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് പിന്നീട് കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് പിന്നീട് അജിത്തിന്റെ മൃതദേഹം പുറത്തെടുത്തിട്ടുള്ളത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും സുഹൃത്തിന്റെ കല്യാണത്തിന് എത്തിയപ്പോഴാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഷംനയാണ് പാലക്കാട് വിവരങ്ങളുമായി ചേർന്നത്. കൊച്ചി എളമക്കരയിൽ ഒരു വിദ്യാർത്ഥിനി ഇടിച്ച് തെറിപ്പിച്ച് കാർ നിർത്താതെ പോയി. ഭവൻ സ്കൂളിന് സമീപമാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി ഇപ്പോൾ ചികിത്സയിലാണ്. ഈ കാർ ഏതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂളിലേക്ക് പോകും വഴി വിദ്യാർത്ഥിനിയെ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. എളമക്കര ഭവൻ സ്കൂളിന് മുന്നിലായിരുന്നു അപകടം. കറുത്ത നിറത്തിലുള്ള കാർ വിദ്യാർത്ഥിനിയെ ഇടിച്ചതിനു ശേഷം നിർത്താതെ പോകുകയായിരുന്നു. ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ കാറിന്റെ നമ്പറോ മോഡലോ വ്യക്തമല്ല. കൂടുതൽ CCTV ദൃശ്യങ്ങൾക്കായി കുടുംബം ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാർ ഏതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപകടത്തെ തുടർന്ന് കരളിൽ രക്തസ്രാവമുണ്ടായ പെൺകുട്ടി ചികിത്സയിലാണ്. 24 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട അടൂരിൽ ലോറി ഡ്രൈവറെ ആക്രമിച്ച ബസ് ഡ്രൈവറും കണ്ടക്ടറും ആക്രമിച്ചു. ടിപ്പർ ലോറി ബസ്സിനെ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. ഷിജോ കുര്യൻ നമുക്കിപ്പം ടെലിഫോണിൽ ചേരുന്നു. ഷിജോ, എന്താണ് ഈ ആക്രമണത്തിന്റെ കാരണം പറയൂ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പത്തനംതിട്ട അടൂരിൽ ടിപ്പർ ലോറി ഡ്രൈവർക്ക് ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഭാഗത്ത് നിന്ന് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റത്. ബസിന്റെ ട്രിപ്പ് തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ടിപ്പർ ലോറി ഡ്രൈവറായിട്ടുള്ള അടൂർ സ്വദേശി വർഗീസിന്റെ തലയ്ക്ക് ബസ്സിലെ ജീവനക്കാർ ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചത്. ഉടൻ തന്നെ ബസ് മുന്നോട്ട് പോവുകയും തൊട്ടു പിന്നാലെ ബസിന്റെ പുറകെ ഓടി വർഗീസ് അടുത്ത് നിന്ന് ബസ് ജീവനക്കാരോട് തർക്കിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കണ്ടക്ടർക്കെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും അടൂർ പോലീസ് കേസെടുക്കുകയും ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ ബസിന്റെ സൈഡിൽ ഈ ടിപ്പർ ലോറി ഇട്ട് ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി എന്നുള്ള ആരോപണം പറയുന്നുണ്ട്. മണ്ണിട്ട കാരണം, ഈ ബസിന്റെ യാത്ര നടന്ന സ്ഥലത്ത് മണ്ണിട്ട കാരണം ബസ്സിന് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ തുടങ്ങി വിവിധ കാരണങ്ങളൊക്കെയുണ്ട്. ആ കാരണത്തിന്റെ പേരിലാണ് ഈ ലോറി ഡ്രൈവറെ ഒരു കമ്പിവടി കൊണ്ട് തലക്കടിച്ച് ക്രൂരമായി പരിക്കേൽപ്പിച്ചത്. എന്തായാലും നിർഭാഗ്യകരമായ വാർത്തകളാണ് ഇന്ന് മുഴുവൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കൊന്ന് മടങ്ങിപ്പോകാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ കണ്ണൂരിന് 24ന്റെ സ്നേഹ സമ്മാനം നൽകി. 24ഉം UGS ഗ്രൂപ്പും ചേർന്ന് നൽകുന്ന ചാമ്പ്യൻസ് ട്രോഫി കണ്ണൂർ ഏറ്റുവാങ്ങി. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ട്രോഫി സമ്മാനിച്ചത്. കേരള സ്കൂൾ കലോത്സവത്തിന് ഇതാ സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലാ ടീമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 24ന്റെ പാളിയിൽ 1028 പതിവായി
കൗമാര കലാപൂരത്തിന്റെ തിടമ്പേറ്റിയ കണ്ണൂരിന് 24ന്റെ സ്നേഹ സമ്മാനം. 24ഉം UGS ഗ്രൂപ്പും നൽകുന്ന ചാമ്പ്യൻസ് ട്രോഫി കണ്ണൂരിന്റെ കൈകളിലേക്ക്. കലോത്സവ നഗരിയിലെ 24ന്റെ പവലിയനിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ട്രോഫി കൈമാറിയത്. UGS ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ട്രോഫിക്കൊപ്പം 10,000 രൂപ ക്യാഷ് അവാർഡും കണ്ണൂരിന്റെ കരുത്തർ ഏറ്റുവാങ്ങി. UGS ഗ്രൂപ്പ് 24ഉം ചേർന്ന് സമ്മാനിക്കുന്ന 10,000 രൂപയുടെ ക്യാഷ് അവാർഡ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കപ്പുയർത്തിയ കണ്ണൂരിന്റെ ആവേശം 24 പവലിയനിലും അലതല്ലി. ഇത് 4ാം തവണയാണ് 24 സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് ചാമ്പ്യൻസ് ട്രോഫി നൽകുന്നത്. കലോത്സവ വേദിയിൽ നിന്ന് ടീം 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ സീറ്റ് ഉന്നമിട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ നിലമ്പൂരിനേക്കാൾ ബന്ധങ്ങൾ ബേപ്പൂരിലുണ്ടെന്ന് PV അൻവർ 24നോട് പറഞ്ഞു. മണ്ഡലത്തിലെത്തിയ PV അൻവർ കോൺഗ്രസ് ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തു. 24 എക്സ്ക്ലൂസീവ്. പാർട്ടിക്കായി 3 സീറ്റുകൾ ചോദിക്കുമെങ്കിലും ഒന്നേ കിട്ടൂ എന്നുറപ്പിക്കുന്ന അൻവറിന് ഒറ്റ സീറ്റിലാണ് കണ്ണ്. അത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തട്ടകമായ ബേപ്പൂർ. ഈ സാഹചര്യത്തിൽ UDF നേതൃത്വത്തോട് ഒറ്റ സീറ്റിലെ ആവശ്യമുന്നയിച്ചിട്ടുള്ളൂവെന്ന് അൻവർ 24നോട് സ്ഥിരീകരിച്ചു. ഞാനൊരു സീറ്റ് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതെന്നോട് ചോദിക്കുമ്പോൾ പറയും. ആ ഒരു സീറ്റിൽ മാത്രമേ ഞാൻ മത്സരിക്കുള്ളൂ, വേറെ ഒരു സീറ്റിൽ ഞാൻ മത്സരിക്കില്ല. പിണറായിസത്തിന് ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകി. ഇനി വേറെറുക്കേണ്ടത് മരുമോനിസത്തിന്. ബേപ്പൂരിൽ തനിക്ക് നിലമ്പൂരിലുള്ളതിനേക്കാൾ കുടുംബ ബന്ധങ്ങളുണ്ടെന്നും അൻവർ. ഈ ചുറ്റുപാടിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ വ്യക്തിപരമായി ബന്ധമുള്ളതാണ്. നിലമ്പൂരിനെക്കാളും ബന്ധുബലമുള്ള സ്ഥലമാണ്. ബന്ധുബലം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫറൂഖും രാമനാട്ടുകരയും കടലുണ്ടിയും ഒക്കെ ബേപ്പൂരൊക്കെ. മണ്ഡലത്തിലിറങ്ങിയ അൻവർ കോൺഗ്രസിന്റെ ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തു. ബേപ്പൂർ ടൗണിലും അൻവർ അനൌദ്യോഗിക പ്രചാരണം നടത്തി. അൻവറിന് സീറ്റ് നൽകുന്നതിൽ DCC നേതൃത്വത്തിനും അനുകൂല നിലപാടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് അൻവറിന് മണ്ഡലത്തിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. CPIM മുൻ MLA S. രാജേന്ദ്രൻ BJPയിൽ ചേർന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പാർട്ടി മാറുന്നതെന്ന് S. രാജേന്ദ്രൻ പിന്നീട് പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ CPIM-മായി തെറ്റിയ മുൻ ദേവികുളം MLA S. രാജേന്ദ്രൻ ഒടുവിൽ BJPയിൽ. ദീർഘനാളായി BJPയിലേക്കെന്ന അഭ്യൂഹങ്ങളും ചർച്ചകളും നിലനിൽക്കെയാണ് S. രാജേന്ദ്രന്റെ BJP പ്രവേശം. BJP സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവനിലെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റമെന്ന് S. രാജേന്ദ്രൻ. മാനസിക പ്രയാസങ്ങളുണ്ട്, പലതും സഹിച്ചു. ഉപദ്രവിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് CPIM നേതാക്കൾ അധിക്ഷേപിച്ചു. ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്ന് ചെല്ലാൻ കഴിയാത്ത മനോഭാവവും മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട്. വാതിൽ തുറന്നിട്ടുണ്ട്, എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല തവണകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന്. വേട്ടയാടുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചിട്ടുണ്ട്. BJP പ്രവേശത്തിൽ ഉപാധികൾ വെച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. എന്നാൽ താൻ പൂർണ്ണമായി BJPയിലാണെന്ന് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്ന രാജേന്ദ്രന്റെ പരാമർശം BJP നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഒരു പാർട്ടിയിൽ പ്രവേശിച്ചതുകൊണ്ട് മുഴുവനും BJPയിൽ പൂർണ്ണമായി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കേന്ദ്രം ഇതിന് മുൻകൈയെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ഈ നാട്ടിൽ ഇന്നും മൂന്നാറാണോ ഇടുക്കിയാണോ എത്ര സ്ഥലത്ത് ഇന്നും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ജീവിക്കുന്നു. അതെല്ലാം BJP NDA അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പരിഹരിക്കും. അത് അവരെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം S. രാജേന്ദ്രൻ BJPയിൽ പോയതിൽ CPIM-ന് ഒന്നും സംഭവിക്കാനില്ലെന്ന് MM മണി. രാജേന്ദ്രനെ CPIM നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണെന്നും MM മണി പറഞ്ഞു. അയാള് BJPയിൽ പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പാർട്ടിക്ക് ഒന്നും വരില്ല. എന്ത്
അയാൾ എവിടെ പോയി കയറിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കാലങ്ങളായില്ല. പോയതിൻ്റെ ഉള്ളി പുറത്ത്. 2006 മുതൽ 2021 വരെ ദേവികുളം MLA ആയിരുന്നു എസ് രാജേന്ദ്രൻ. 2021 സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് CPIM നടപടി സ്വീകരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ചില പ്രേക്ഷകർക്ക് ആവശ്യപ്പെടുന്നു നമ്മൾ വിജയിച്ച ആളുകൾക്കല്ല കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പരാജയപ്പെട്ട ആളുകൾക്കാണ് ട്രോഫികൾ കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്, സമ്മാനങ്ങൾ കൊടുക്കേണ്ടതും നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കതെങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. മറ്റൊരു വാർത്തയിലേക്ക്. വർഗീയ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ടും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായോ എന്ന് മനസ്സിലാകുമെന്നാണ് സജി ചെറിയാൻ ഇന്ന് പറഞ്ഞത്. സമുദായത്തിന് ഭൂരിപക്ഷമുള്ളവർ മാത്രം ജയിക്കും. ഉത്തർപ്രദേശും മധ്യപ്രദേശും പോലെ കേരളത്തെ ആക്കാനാണോ ശ്രമമെന്നും മന്ത്രി ചോദിക്കുന്നു. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോകണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മപ്പെട്ട മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതിനെ വർഗീയമായ ചേരിതിലുണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവിഭാഗം സംഘടിക്കും. ആ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത്. അതാണ് ഞാൻ ഉന്നയിച്ചത്. ഈ പരാമർശം പിന്നീട് വിവാദമായെങ്കിലും മന്ത്രി സജി ചെറിയാനെ CPM ജനറൽ സെക്രട്ടറി MA ബേബി ന്യായീകരിച്ചു. വടക്കേ ഇന്ത്യയിലെ പോലെ കേരളത്തെയും വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് സജി ചെറിയാൻ ഉദ്ദേശിച്ചെന്നും MA ബേബി പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ ആകത്തുക കേരളത്തിലും വർഗീയ രാഷ്ട്രീയം കടത്തിവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ്. അതിന് ഉപയോഗിച്ച ഭാഷയും പറഞ്ഞ കാര്യങ്ങളുമൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്കധികം പിടിപാടില്ല. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 7 സൈനികർക്ക് പരിക്കേറ്റുവെന്നും വാർത്ത വരുന്നു. ഡൽഹിയിൽ നിന്ന് R അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. പറയാ അച്യുതൻ. SK ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ജമ്മു കാശ്മീർ കിഷ്ത്വാറിലെ സിംഗ്പോര ചാത്രോ മേഖലയ്ക്ക് സമീപം ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ഈ സൈന്യം ഒരു തെരച്ചിൽ ഈ മേഖലയിൽ നടത്തിയത്. ആ തെരച്ചിലിനിടയിലായിരുന്നു ഭീകരരുടെ ഭാഗത്തു നിന്ന് സേനയ്ക്ക് നേരെയുള്ള വെടിയുതിർപ്പുണ്ടായത്. തുടർന്ന് ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുകയായിരുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഈ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 7 സൈനികർക്ക് പരിക്കേറ്റതായാണ് ലഭിക്കുന്ന വിവരം. അതിൽ 3 സൈനികരെ വിദഗ്ധ ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 4 സൈനികർക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സ നൽകുകയാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. SKN. VD സതീശിനെതിരായ NSS SNDP യോഗം വിമർശനങ്ങളെ പ്രതിരോധിക്കാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നല്ല യോജിപ്പാണ് ലക്ഷ്യമെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും പ്രതികരണം. എല്ലാ സംഘടനകളുമായി നല്ല സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുമായി നല്ല യോജിപ്പാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ ബന്ധം നിലനിർത്തി തന്നെ ഞങ്ങൾ പോകും. ഞങ്ങൾ വളരെ സൗഹൃദം ആഗ്രഹിക്കുന്നു, ആലോചിക്കുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. VD സതീശിനെതിരെ G സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ്. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഇന്നലെ പൂത്തൊരു സഹകരമുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തിൽ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. വർഗീയതയുമായി ഏറ്റുമുട്ടി മരിച്ചാൽ വീരാളി പട്ട് പുതച്ചു കിടക്കുമെന്ന് VD സതീശൻ. പെരുന്നയിലെത്തി G സുകുമാരൻ നായരെ സന്ദർശിച്ച കൊടിക്കുന്നിൽ സുരേഷ് MP മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം സ്ഥലമിട്ട കൊടിക്കുന്നിൽ പിന്നീട് തിരിച്ചെത്തുകയും ചെയ്തു. ഐക്യ ആഹ്വാനവുമായി SNDP യോഗം NSS സമുദായ നേതൃത്വങ്ങൾ. കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും. SNDPയെയും NSSനെയും തമ്മിൽ തല്ലിച്ചത് മുസ്ലിം ലീഗ് എന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം.
NSSന് അങ്ങനെയൊരു നിലപാടില്ലെന്ന് ജി സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ ലീഗ് വിമർശനം CPIM പിന്തുണയിലെന്ന് PMA സലാം. NSS SNDP യോഗം ഐക്യം സ്വാഗതാർഹമെന്നും വി മുരളീധരൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തി കണ്ണൂർ. ഒന്നാമതെത്തിയത് 1028 പോയിന്റ്സുമായി കണ്ണൂർ ജില്ല. തൃശൂർ 2ാം സ്ഥാനത്തും കോഴിക്കോട്ട് 3ാമതും എത്തി. സ്കൂളുകളിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ 13ാം തവണയും ചാമ്പ്യന്മാരായി. ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. കലോത്സവ വേദി ഇളക്കി മറിച്ച് നടൻ മോഹൻലാൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാമതെത്തിയ കണ്ണൂരിന് 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി. മുന്നണിയിൽ മുഖ്യമന്ത്രി പ്രേമികളില്ലെന്ന MA ബേബി. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഊന്നി പ്രചാരണം നടത്തും. നിയമസഭാ സീറ്റ് ചർച്ചകൾക്കിടെ ബേപ്പൂർ കോൺഗ്രസ് ഓഫീസിലെത്തി PV അൻവർ. ബേപ്പൂരിലെ ബന്ധങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ ബന്ധങ്ങളും ബന്ധുക്കളും ഉണ്ട്. നമ്മുടെ ടൗണാണ് കോഴിക്കോട്. ഞാൻ ഈ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ പഠിച്ചതാണ്. ഈ ചുറ്റുപാടിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ വ്യക്തിപരമായി ബന്ധമുള്ളതാണ്. ഞാനൊരു സീറ്റ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെന്നോട് ചോദിക്കുമ്പോൾ പറയും. ആ ഒരു സീറ്റിൽ മാത്രമേ ഞാൻ മത്സരിക്കുള്ളൂ. വേറെ ഒരു സീറ്റിലും ഞാൻ മത്സരിക്കില്ല. മണ്ഡലത്തിൽ തനിക്ക് നിർണായക സ്വാധീനമുണ്ടെന്ന് PV അൻവർ 24നോട്. ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പപാളിയിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നെന്ന് കണ്ടെത്തൽ. പാളികളുടെ കാലപ്പഴക്കത്തിലും സംശയം. നിർണായക VSSC റിപ്പോർട്ടും SITയുടെ ഇടക്കാല റിപ്പോർട്ടും നാളെ ഹൈക്കോടതിയിൽ വരും. ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. മരിച്ചത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്. സമൂഹ മാധ്യമങ്ങളിലൂടെ ദീപകിന്റെ വീഡിയോ പ്രചരിപ്പിച്ച ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ യുവതിക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി രാഹുൽ ഈശ്വർ. സംസ്ഥാനത്ത് വ്യത്യസ്ത സംഭവങ്ങളിലായി ഇന്ന് 4 പേർ മുങ്ങിമരിച്ചു. മലപ്പുറം പറപ്പൂരിൽ മുങ്ങിമരിച്ചത് താഴേക്കാട്ടുകുളം സ്വദേശി സൈനബയും 2 മക്കളും. ദുരിതമുണ്ടായത് കുളത്തിൽ തുണി അലക്കാൻ ഇറങ്ങിയപ്പോൾ. പാലക്കാട് വാണിയംകുളത്ത് സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ യുവാവിന് റിസോർട്ടിലെ കുളത്തിൽ വീണ് ദാരുണാന്ത്യം സംഭവിച്ചു. മരിച്ചത് കോട്ടയം സ്വദേശി അജിത്ത്. ഇടുക്കി തോട്ടം തൊഴിലാളി മേഖലയിലെ മുൻ CPI നേതാക്കൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച മുൻ ദേവികുളം MLA S രാജേന്ദ്രൻ. CPI ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും AITUC ജില്ലാ സെക്രട്ടറിയുമായിരുന്ന GN ഗുരുനാഥനും BJPയിൽ ചേർന്നു. അയാൾ BJP പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നടപടിയെടുത്ത് പണ്ടേ കളഞ്ഞതാണ്. അയാൾ പാർട്ടിയായി ഒരു ബന്ധവുമില്ല. അയാൾ എവിടെ പോയി കയറിയാൽ ഞങ്ങൾക്ക് എന്നാ? പാർട്ടിക്കട കുന്തവും വരില്ല. എന്ത് S രാജേന്ദ്രൻ BJPയിൽ പോയതുകൊണ്ട് CPIMന് ഒന്നും സംഭവിക്കില്ലെന്ന് MM മണി. മൂന്നാർ പള്ളിവാസലിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. എട്ട് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ യുവാക്കൾക്ക്. സംഘർഷത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. മലപ്പുറം ചമ്രവട്ടത്ത് തെരുവ് നായ ആക്രമണമുണ്ടായി. 14-കാരിയെ രക്ഷിക്കാൻ ശ്രമിച്ച ആളെ നായ ആക്രമിച്ചു. നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആനയൊഴുക്കുപാലം സ്വദേശി സുരേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്.
പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറത്ത് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. തടസ്സപ്പെട്ട റെയിൽ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചു. പാളം തെറ്റിയത് മംഗലാപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ഗുഡ്സ് ട്രെയിൻ. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടലിൽ 7 സൈനികർക്ക് പരിക്കേറ്റു. 3 ഭീകരർ ഒളിഞ്ഞിരിക്കുന്ന വിവരം. തെരച്ചിൽ വ്യാപകമാക്കി സുരക്ഷാ സേന. കൊച്ചി ഇളമക്കരയിൽ വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ കാർ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപകടം ഉണ്ടായത് ഈ മാസം 15-ാം തീയതി. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി ചികിത്സയിൽ. പത്തനംതിട്ടയിലെ അടൂരിൽ ബസ് ജീവനക്കാരും ടിപ്പർ ഡ്രൈവറും തമ്മിൽ തർക്കം. ടിപ്പർ ലോറി ഡ്രൈവറുടെ തല അടിച്ചു പൊട്ടിച്ച് ബസ് ഡ്രൈവറും കണ്ടക്ടറും. ആക്രമണം ബസിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രൈസ്തവ മുസ്ലിം ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങളും ആക്രമണങ്ങളും ആശങ്കാജനകമാണ്. ബൈബിളടക്കം കത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഭരണകൂട ഒത്താശയിലൂടെയാണ് നടക്കുന്നത് എന്നതാണ് ഗൗരവമായ കാര്യം. മുഖ്യമന്ത്രിയുടെ പരാമർശം മലങ്കര സുറിയാനി ക്നാനായ സഭയുടെ പരിപാടിയിൽ. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ എതിർത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക നികുതി ചുമത്തി ഡൊണാൾഡ് ട്രംപ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങി 8 രാജ്യങ്ങൾക്ക് 10% അധിക നികുതി. ജൂൺ മുതൽ നികുതി 25% ഉയർത്തുമെന്ന് ഭീഷണി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഈ മാസം 27-ന്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള സർക്കാർ ധനസഹായം നിർത്തിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 6 മാസം കൂടി സഹായധന വിതരണം തുടരാൻ ഉത്തരവിറക്കിയിട്ടുണ്ടെന്നും വിശദീകരണം. ഇന്ന് രാവിലെ തന്നെ DMDയുടെ 41/2026 ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുകയാണ്. 6 മാസക്കാലം കൂടി ആ സഹായം 9,000 രൂപയുടെ സഹായം ലഭ്യമാക്കാനുള്ള ഔപചാരികമായിട്ടുള്ള ഉത്തരവ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സഹായധനം നിർത്തലാക്കിയെന്നത് വ്യാജ പ്രചാരണമാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. കൊല്ലത്ത് അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെ ഒരു യുവാവിന് കുത്തേറ്റു. പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടത് കേരളപുരം സ്വദേശി സജിത്ത്. സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരള ഘടകത്തിന് വിമർശനം. അമിത ആത്മവിശ്വാസവും സംഘടനാ പാളിച്ചകളും തോൽവിക്ക് കാരണമായെന്ന് കുറ്റപ്പെടുത്തൽ. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് സമാപനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ RJD. പാർട്ടിക്ക് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് RJD സംസ്ഥാന സെക്രട്ടറി സലീം മടവൂർ. മുന്നണി മാറ്റം ഉണ്ടാകില്ലെന്നും പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്നും സലീം മടവൂർ 24-നോട്. എറണാകുളം കുമ്പളങ്ങിയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് 8 ഏക്കറോളം വരുന്ന കല്ലഞ്ചേരി ഫിഷ് പോണ്ടിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷാംശം കലർത്തി മീൻ നശിപ്പിക്കുന്ന ഒരു പ്രവണത ആദ്യമായിട്ടാണ് ഇവിടെ കണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞു, ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യ സംഭവം എന്ന നിലയിൽ ശക്തമായൊരു പ്രതിഷേധം ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. സാമൂഹ്യ വിരുദ്ധർ വിഷം കലർത്തിയെന്ന ആരോപണവുമായി മത്സ്യത്തൊഴിലാളികൾ. കണ്ണൂരിൽ ആദിവാസി വയോധികയ്ക്ക് തൊഴിലുറപ്പ് ജോലി നിഷേധിച്ചു എന്ന പരാതിയിൽ നടപടിയുണ്ടായി. പേരാവൂർ പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ. തൊഴിലുറപ്പ് മേറ്റുമാരിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടും. CPM സമരത്തിൽ പങ്കെടുക്കാത്തതിന് പേരാവൂർ പഞ്ചായത്തിലെ ലക്ഷ്മിക്ക് ജോലി നിഷേധിച്ചെന്ന് ആരോപിച്ച് പരാതി നൽകിയത് BJP. കണ്ണൂർ ഇരിട്ടിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. എടക്കാനം മേഖലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കാക്കകളിൽ. ഈ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലാ കളക്ടർ. പനിയും ശ്വാസകോശ അണുബാധയും ഉള്ളവരെ നിരീക്ഷിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ്. കനത്ത മൂടൽമഞ്ഞിൽ വലഞ്ഞ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ ബാധിച്ചു. ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ്
ഹൈവേയിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ബാക്ക് പാത്തിന് സമീപം കൂട്ടിയിടിച്ചത് 10 വാഹനങ്ങളാണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം. നീതിന്യായ വ്യവസ്ഥയും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെന്നും മമതാ ബാനർജി. പരാമർശം കൽക്കട്ട ഹൈക്കോടതിയുടെ ജൽപൈഗുരി സർക്യൂട്ട് ബെഞ്ചിന്റെ ഉദ്ഘാടന വേളയിൽ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഗാസിപൂരിലെ കാലിഗഞ്ചിൽ മർദ്ദനമേറ്റ് മരിച്ചത് 55-കാരനായ ഹോട്ടൽ ഉടമ ലിറ്റൺ ചന്ദ്രഘോഷ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുൻ ജില്ലാ ട്രഷറർ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. ഇതോടെ ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ പിന്തുണയ്ക്കാത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ 10% തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 1-ാം തീയതി മുതൽ തീരുവ നിലവിൽ വരികയാണ്. പ്രതിഷേധ സൂചകമായി അമേരിക്കയുമായുള്ള വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയൻ താൽക്കാലികമായി മരവിപ്പിച്ചുവെന്നും വാർത്തകൾ വരുന്നു. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ട്രംപ് അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ജൂൺ 1 മുതൽ തീരുവ 25% വർദ്ധിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡെൻമാർക്കുമായി നടന്ന ചർച്ചയിൽ ഗ്രീൻലൻഡ് വിഷയത്തിൽ ധാരണയാകാതിരുന്നതിനെ തുടർന്നാണ് ട്രംപിന്റെ തീരുവ നീക്കം. ട്രംപിന്റെ നടപടിക്കെതിരെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കടുത്ത പ്രതിഷേധമുയർത്തി. നടപടി തെറ്റാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അസ്വീകാര്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രതികരിച്ചു. വൈറ്റ് ഹൌസിൽ ഈ ആഴ്ച ആദ്യം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ഡെൻമാർക്കിന്റെയും ഗ്രീൻലൻഡിന്റെയും വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് ശേഷം വന്ന തീരുവ പ്രഖ്യാപനം അത്ഭുതപ്പെടുത്തിയെന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാഴ്സ് ലോക്കെ രാസ്മുസൻ പ്രതികരിച്ചു. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെ ഗ്രീൻലൻഡിലും ഡെൻമാർക്കിലും 10,000 പ്രതിഷേധ പ്രകടനം നടത്തി. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലൻഡ് വിട്ടുകിട്ടണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റുകൾ വെച്ചുമാറുമെന്ന് മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ. കോൺഗ്രസിന് വിജയമുള്ള സ്ഥലത്ത് കോൺഗ്രസും ലീഗിന് വിജയസാധ്യതയുള്ള ഇടങ്ങളിൽ ലീഗും മത്സരിക്കും. ഇത് സംബന്ധിച്ച് ധാരണയായെന്നും N. ഷംസുദ്ദീൻ 24നോട് പറഞ്ഞു. മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീനാണ് 24നൊപ്പം ചേരുന്നത്. സർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇത്തവണയും N. ഷംസുദ്ദീൻ തന്നെ വരണമെന്നാണ് വലിയ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. പാർട്ടി അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്ന സമിതി ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത് പോലെയാണ് അതിൻ്റെ കാര്യം ഇരിക്കുക. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എനിക്ക് മുൻകൂട്ടി ഒന്നും അങ്ങനെ പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗം പുതിയൊരാൾക്ക് അവസരം കൊടുക്കണം, മണ്ണാർക്കാട് തന്നെയുള്ള ഒരാൾക്ക് അവസരം കൊടുക്കണം എന്നൊരു ആവശ്യം ഉയർത്ത്. അത്തരം അഭിപ്രായങ്ങളൊക്കെ അല്ല, പുറത്തിങ്ങനെ ചില ചർച്ചകൾ നടക്കുന്നത് കണ്ടു. ഔദ്യോഗികമായിട്ട് അങ്ങനെ വല്ല തീരുമാനങ്ങളുണ്ടോ അല്ലെങ്കിൽ വല്ല ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കും. അപ്പോൾ ആ ചർച്ചകളിൽ ഒക്കെ തീരുമാനമെടുക്കേണ്ട സംസ്ഥാന നേതൃത്വമാണ്. ഇതിലൊന്നും ഞങ്ങളാരും കക്ഷി ചേരാറില്ല. UDF-ലേക്ക് പുതിയ ആളുകളൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാണ് ലീഗിന് പുതിയ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ സീറ്റുകൾ വെച്ചു മാറുന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ UDF-ലൊരു ധാരണയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഫ്യൂസ് ഊരൽ തുറന്ന KSEB. ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതാണ് MVDയുടെ ഫ്യൂസ് വരാൻ കാരണം. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ ഫ്യൂസ് ഊരിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. കുടിശ്ശിക അടച്ചതുമില്ല, വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ഇപ്പോഴിതാ കാസർഗോഡ് വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസും ഊരി. 5 ദിവസമായി ജീവനക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ വൈദ്യുതി ഈ മാസം 2-നാണ് മരുത റോഡ് KSEB അധികൃതർ വിച്ഛേദിച്ചത്. 2 മാസത്തെ തുകയായ 55,476 രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുള്ളത്. ഇതിനു പുറമെ ജനുവരി മാസത്തെ 23,332 രൂപയുടെ ബില്ലും കൈമാറിയിട്ടുണ്ട്.
ഓഫീസിന്റെ മെയിന്റനൻസ് ചുമതലയുള്ള കെൽട്രോണുമായുള്ള കരാർ ഉടമ്പടിയിലുണ്ടായ തർക്കമാണ് ബില്ലടയ്ക്കുന്നത് വൈകാൻ കാരണം. പ്രശ്നം പരിഹരിക്കാൻ വകുപ്പ് തലത്തിൽ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല. ഓഫീസിലുള്ളത് വൈദ്യുത വാഹനങ്ങളായതിനാൽ 5 വാഹനങ്ങളും ചാർജ് ചെയ്യാനാകുന്നില്ല. ഇതുമൂലം 2 ആഴ്ചയിലേറെയായി സ്ക്വാഡിന്റെ പരിശോധന നിലച്ചു. തീർന്നില്ല. ജില്ലയിലെ 6 താലൂക്കുകളിലുള്ള 47 AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും നിലച്ചു. പ്രതിമാസം 2.5 കോടി രൂപയുടെ വരുമാനം സർക്കാരിന് നൽകുന്ന ഓഫീസിനാണ് ഈ ഗതികേട്. കാസർഗോഡ് ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസ് ഊരിയത് ഈ മാസം 13-നാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിലായി 72,000 രൂപയാണ് കുടിശ്ശിക. 2 ദിവസം UPS ഉപയോഗിച്ച് ഓഫീസ് പ്രവർത്തനം തുടർന്നെങ്കിലും പിന്നീട് ഇതും പ്രവർത്തനരഹിതമായി. പാലക്കാട്ടെ പോലെ കാസർഗോഡും നിരീക്ഷണ ക്യാമറകളുടെ കൺട്രോൾ യൂണിറ്റ് പണിമുടക്കിയിരിക്കുകയാണ്. വൈദ്യുത വാഹനങ്ങളുടെ അവസ്ഥയും തഥൈവ. ഓഫീസുകളിൽ വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ അപേക്ഷ. ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ ആദിവാസി വയോധികയ്ക്ക് തൊഴിലുറപ്പ് പണി നിഷേധിച്ചു എന്ന പരാതി നടപടിയായി. പേരാവൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടി. തൊഴിലുറപ്പ് മേറ്റുമാരിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടും. CPM സമരത്തിൽ പങ്കെടുക്കാത്തതിന് പേരാവൂർ പഞ്ചായത്തിലെ ലക്ഷ്മിക്ക് ജോലി നിഷേധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് BJP-യാണ് പരാതി കൊടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പേരാവൂർ പഞ്ചായത്തിലെ മുരിങ്ങോടി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളി ലക്ഷ്മിക്ക് തൊഴിൽ നിഷേധിക്കപ്പെട്ടത്. രാവിലെ ജോലിക്കെത്തിയ ലക്ഷ്മിയോട് മേറ്റ് വിജി ജോലിയിൽ പ്രവേശിക്കരുതെന്നും CPIM കണ്ണൂരിൽ സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കാത്തതാണ് വിലക്കിന് കാരണമെന്നും അറിയിച്ചു. ലക്ഷ്മിയുടെ ബന്ധുക്കൾ വിവരമന്വേഷിച്ചെത്തിയപ്പോൾ വിജി ഇത് തുറന്നു സമ്മതിക്കുന്ന വീഡിയോയും പുറത്തു വന്നു. സമരത്തിന് വന്നിട്ടില്ലല്ലോ, തൊഴിലുറപ്പ് സമരത്തിന് വരാത്ത ആൾക്കാർ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണി കൊടുത്തു. അതൊന്നും ഉച്ചയ്ക്ക് പണിയെടുത്തില്ല. സംഭവം വിവാദമായതിന് പിന്നാലെ BJP തൊഴിൽ നിഷേധത്തിനെതിരെ പരാതി നൽകിയിരുന്നു. CPM-ന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവർ വിസമ്മതിച്ചതിൻ്റെ പേരിൽ അവരെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് മാറ്റ് ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി. ഈ സംഭവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പേരാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ട് തേടുക മാത്രം പോരെ, ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. പരാതി ലഭിച്ചതോടെയാണ് പേരാവൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ പേരാവൂർ പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടിയത്. തൊഴിൽ നിഷേധിച്ച തൊഴിലുറപ്പ് മേറ്റുമാരിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടും. എന്നാൽ തൊഴിലുറപ്പ് പണിക്ക് ആളു കൂടുതലായതുകൊണ്ടാണ് ലക്ഷ്മിയെ മാറ്റിയതെന്നാണ് മേറ്റുമാരുടെ വിശദീകരണം. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.